നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സെഷൻ പ്രേക്ഷകർ ചോദിച്ച ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. സ്റ്റോക്ക് അതിന്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെയധികം താഴെയാണ്. സിമ്പിളായി പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഇട്ട ഒരു നിക്ഷേപകന്റെ 67,000 രൂപയും പോയ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിക്ഷേപകർ അല്പം ആശങ്കയിലായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അതിന്റെ ഫണ്ടമെന്റൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. പതിയെ നിങ്ങൾ ചോദിച്ച സ്റ്റോക്സിന്റെ ഒക്കെ അനാലിസിസ് വീഡിയോസ് നമ്മൾ ക്രമേണ ഇടുന്നതായിരിക്കും. ഇന്നത്തെ സ്റ്റോക്ക് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആണ്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ഒരു ആഗോള സോഫ്റ്റ്വെയർ കമ്പനിയാണ്. വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ മുതൽ ഡോക്യുമെന്റ് മാനേജ്മെന്റ്, ഇമേജിംഗ് വരെയുള്ള സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് രൂപകൽപ്പന ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർ ഉൽപ്പന്ന വികസന ബിസിനസ്സിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസിന്റെ സാമ്പത്തിക നിലവാരം പരിശോധിച്ചാൽ 6,335 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ശക്തമായ ഫണ്ടമെന്റൽസ് ആണ് പ്രകടിപ്പിക്കുന്നത്. ഓഹരി നിലവിൽ 445 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടത്തുന്നത്. അത് അതിന്റെ 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കായ 1,379 രൂപയിൽ നിന്നും വളരെ താഴെയായിട്ടാണ് തുടരുന്നത്. 19.4 എന്ന പി റേഷ്യോ ആണ് ഓഹരിക്കുള്ളത്. ഇൻഡസ്ട്രി പിയേക്കാൾ കുറവാണ് എന്നതും 0.82 എന്ന പെഗ് റേഷ്യോയും ഓഹരിയുടെ മൂല്യം ഇപ്പോൾ ആകർഷകമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 51.8 കോടി രൂപയുടെ ബാധ്യത മാത്രമുള്ള കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.03 മാത്രമാണ്. ഇത് കമ്പനിയെ പ്രായോഗികമായി കടരഹിതമാക്കുന്നുണ്ട്. 28% ROC, 22% ROE എന്നിവ മികച്ച പ്രവർത്തനക്ഷമതയാണ് കാണിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ലാഭത്തിൽ 33%, വിൽപ്പനയിൽ 17% വളർച്ച നേടാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. 53.5% പ്രൊമോട്ടർ ഹോൾഡിംഗ്സും 1.12% ഡിവിഡൻഡ് ഈൽഡും കമ്പനിയിലുള്ള വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ സൈഡിൽ കമ്പനി കുറച്ചുകൂടെയൊക്കെ സ്റ്റേബിൾ ആണെന്ന് കാണാം. പക്ഷെ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷമൊക്കെയുള്ള പ്രകടനം നോക്കിയാൽ വലിയ കറക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. 1,377 രൂപ വരെ പോയ ഓഹരി 401 രൂപയിലേക്ക് എത്തിയിരുന്നു. എന്താണ് സ്റ്റോക്കിന് സംഭവിച്ചത്? ന്യൂജൻ സോഫ്റ്റ്വെയർ ഓഹരി നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ പരിശോധിച്ചാൽ 2025 ഡിസംബർ പാദത്തിൽ കമ്പനിയുടെ ലാഭത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. 29% ഇടിഞ്ഞ് 63 കോടി രൂപയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത്. പുതിയ ലേബർ കോഡ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട 35 കോടി രൂപയുടെ ഒറ്റത്തവണ ബാധ്യത ലാഭത്തെ കാര്യമായി ബാധിച്ചിരുന്നു. ലാഭം കുറഞ്ഞതിന് പിന്നാലെ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസ് ഓഹരിയുടെ റേറ്റിംഗ് അണ്ടർ പെർഫോമായി കുറച്ചതും നിക്ഷേപകർക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. വരുമാന വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് 5% മാത്രമായതും ഇന്ത്യ EMEA മേഖലകളിൽ ബിസിനസ് മന്ദഗതിയിലായതും വിപണിയെ നിരാശപ്പെടുത്തി. ഈ ഘടകങ്ങളെല്ലാം ചേർന്ന് ഓഹരി വിലയിൽ ഒറ്റ ദിവസം കൊണ്ട് 14 മുതൽ 16% വരെ ഇടിവുണ്ടാകുകയും വില 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് അനലിസ്റ്റുകൾ അല്പം കോഷ്യസ് ആയ അപ്രോച്ചാണ് നൽകിയത്. ആഗോള IT വിപണിയിലെ മന്ദതയും അതോടൊപ്പം വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. സാങ്കേതികമായി ഓഹരി അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെ വ്യാപാരം നടത്തുന്നതും പ്രമുഖ അനലിസ്റ്റുകൾ സെൽ റേറ്റിംഗ് നൽകിയതും നെഗറ്റീവ് സെന്റിമെന്റ്സിന് കാരണമായിട്ടുണ്ട്. ചുരുക്കത്തിൽ മോശം സാമ്പത്തിക ഫലങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവുമാണ് ഓഹരി ഇപ്പോൾ പിന്നോട്ടടിക്കുന്നത്. അതിനാൽ വരാനിരിക്കുന്ന അടുത്ത പാദഫലങ്ങൾ ട്രെൻഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ എന്നതാണ് ഇനി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത്. ഓഹരിയുടെ നിലവിലെ ബെയറിഷ് ട്രെൻഡിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുന്ന ലോവർ ഹൈ പാറ്റേൺ ആണ്. ഇത് ഓരോ മുന്നേറ്റത്തിലും ഓഹരി മുൻപത്തെ വിലയേക്കാൾ താഴേക്ക് പോകുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കായ 1,377 നിന്ന് ഏകദേശം 67% ഇടിഞ്ഞ് 445 എത്തിയതും ഹ്രസ്വകാല ദീർഘകാല മൂവിംഗ് ആവറേജുകൾക്ക് താഴെ തുടരുന്നതും വിപണിയിലെ ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും 400 മുതൽ 430 വരെയുള്ള സപ്പോർട്ട് സോണിൽ ഓഹരി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും ബെയറിഷ് ട്രെൻഡിനിടയിൽ വോളിയത്തിൽ കാണുന്ന ചെറിയ വർധനവും താഴ്ന്ന വിലയിൽ ബയേഴ്സ് താൽപര്യം കാണിക്കുന്നതിന്റെ സൂചനയാണ്. നിലവിൽ ട്രെൻഡ് താഴോട്ടാണെങ്കിലും ചാർട്ടിലെ ഫാളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രമേ ഈ നെഗറ്റീവ് ട്രെൻഡിന് മാറ്റമുണ്ടാകൂ. അതിനാൽ തന്നെ നിക്ഷേപകർ ജാഗ്രത പാലിക്കണം. നമുക്കിവിടെ വേഴ്സ്റ്റ് സിനാരിയോ എടുക്കാം. ഒരു നിക്ഷേപകൻ അതിന്റെ ഓൾ ടൈം ഹൈ നിലവാരത്തിലാണ് ഓഹരി വാങ്ങിയതെന്ന് കരുതുക. അയാളെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യം വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. കാരണം ഓഹരി വില ഏകദേശം 67% ഇടിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പരിഭ്രാന്തരായി വിൽക്കാതിരിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ സൊല്യൂഷൻസ്. എങ്കിലും ഏകദേശം 70% നഷ്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വിൽക്കുന്നത് വലിയൊരു മൂലധന നഷ്ടത്തിന് കാരണമാകും. കമ്പനി പാപ്പരാകുകയോ ബിസിനസ് തകരുകയോ ചെയ്യുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അതിനാൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിന് പകരം സാവധാനം ആലോചിച്ച് നീങ്ങുക. ആവറേജിംഗ് ചെയ്യുന്നത് ബുദ്ധിയാണോ എന്നതാണ് അടുത്തൊരു സംശയം ഉണ്ടാവുക.
ശ്രദ്ധയോടെ മാത്രം ചെയ്യുന്നതാണ് ബുദ്ധി. നിലവിലെ വില 52 ആഴ്ചയിലെ താഴ്ന്ന വിലയ്ക്ക് അടുത്താണ് തുടരുന്നത്. ഓഹരിയുടെ പെഗ് റേഷ്യോ 0.82 ആയതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ലാഭകരമാകാനുള്ള സാധ്യതയുണ്ട്. കൈവശം അധികം തുകയുണ്ടായാൽ ഈ താഴ്ന്ന വിലയിൽ കുറച്ച് ഓഹരികൾ കൂടി വാങ്ങി നിങ്ങളുടെ ശരാശരി വാങ്ങൽ വില താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. എന്നാൽ പോർട്ട്ഫോളിയോയുടെ വലിയൊരു ഭാഗം ഈ ഒരു ഓഹരിയിൽ തന്നെ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. അടുത്തതായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ് റിക്കവറിക്ക് സമയം നൽകുക എന്നതാണ്. ന്യൂജൻ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട 35 കോടി രൂപയുടെ ബാധ്യതയും ഖത്തർ കോടതി വിധി മൂലമുള്ള 11 കോടിയും ഒറ്റത്തവണ മാത്രമുള്ള ചെലവുകളാണ്. വരും പാദങ്ങളിൽ ലാഭം മെച്ചപ്പെട്ടാൽ ഓഹരി വിലയിൽ വേഗത്തിലുള്ള ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുക എന്നതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. 400 രൂപ എന്നത് ഓഹരിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവലാണ്. ഏതെങ്കിലും കാരണവശാൽ ഓഹരി വില 400 രൂപയ്ക്ക് താഴേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ തകർച്ചയിലേക്ക് നയിച്ചേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ബാക്കിയുള്ള മൂലധനമെങ്കിലും സംരക്ഷിക്കാൻ ഭാഗികമായി ഓഹരികൾ വിൽക്കുന്നത് പരിഗണിക്കേണ്ടി വരും. അതായത് നിങ്ങൾ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാണെങ്കിൽ കമ്പനിയുടെ ശക്തമായ ഫണ്ടമെന്റൽസിൽ ഹോൾഡ് ചെയ്യുന്നതാണ് ബുദ്ധി. എന്നാൽ ഈ തുക നിങ്ങൾക്ക് ഉടൻ ആവശ്യമുണ്ടെങ്കിൽ ഓരോ ചെറിയ വിലക്കയറ്റത്തിലും, അതായത് പുൾ ബാക്ക് റാലിയിലും ഓഹരികളുടെ എണ്ണം കുറച്ച് നഷ്ടം പരിമിതപ്പെടുത്താൻ ശ്രമിക്കുക. ന്യൂജൻ ഓഹരിയിൽ പുതിയ നിക്ഷേപകർ ഇപ്പോൾ പ്രവേശിക്കുന്നത് ലാഭകരമാണോ എന്ന് പരിശോധിച്ചാൽ അനുകൂലമായതും പ്രതികൂലതുമായ വശങ്ങളുണ്ട്. ഓഹരി വില കുറഞ്ഞത് 460 മുതൽ 480 രൂപ നിലവാരത്തിന് മുകളിൽ സ്ഥിരത കാണിക്കുന്നത് വരെ കാത്തിരിക്കുന്നതാണ് ഉചിതം.